പണ്ടെന്തൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ടിക്കറ്റൊക്കെ കാണുമായിരുന്നു പണ്ട്. വർക്ക് ഷെഡ്, ആൾക്കാർ ലേബറൊക്കെ താമസിക്കാൻ. ഒരു കയറാറ് സമയമായില്ലല്ലോ. 8:30 മണിക്കല്ലേ കയറ്റി വിടുന്നു. അവരിങ്ങ് എത്തണ്ടേ? ഇന്നലത്തെ മഴ അടിച്ച് ആരും ഇറങ്ങി കാണില്ല. ഗംഭീര മഴയില്ല, കേരളം മുഴുവൻ പെയ്തതാണ്. നേരത്തെ റോഡ് കൊള്ളാമെന്ന് പറഞ്ഞാണ്, നല്ല കൊള്ളാമെന്നായി. ഇവിടെ എപ്പോഴും വെള്ളം വരുന്ന സ്ഥലമാണ്. ഇവിടെ തോട് ഒഴുകുന്ന, അവിടെ അടിയിലൊരു സാധനം വെച്ചുകൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴുകിയാണ് പോകുന്നത്. കുളിക്കണോ? വെള്ളച്ചാട്ടം അങ്ങനെ പോകാൻ പാടില്ല. ഉറക്കമാണ് നമ്മുടെ സഹായി. അതിലൊരു 50 ചെയ്ത് കൊടുത്താൽ മതി, തേനിങ്ങനെ വീഴും. അങ്ങോട്ട് ഒരു വഴി ഉണ്ടായിരുന്നു, ഇല്ലല്ലോ. നമ്മളിനി അടുത്തൊരു കയറ്റം കയറിയാണല്ലോ. ഇത് തന്നെ വഴി. റോഡ് കണ്ടിട്ടൊരു സുഖമില്ല. ഈ ഒറ്റ വഴിയേ ഉള്ളൂ ഇവിടെ. അല്ലേ? ആനത്തോട് ഡാം ആദ്യമായിട്ടാണ് ആ പേര് കേൾക്കുന്നത്. അച്ചൻകോവിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? അച്ചൻകോവിൽ പോയിട്ടില്ലേ? പിന്നെന്ത്, ഇപ്പൊ ഈയിടെ പോയേ ഉള്ളു. അച്ചൻകോവിൽ അവിടെ എവിടെ സ്റ്റേ ചെയ്യും? സ്റ്റേ ചെയ്യാനൊന്നും അവിടെ ഒന്നുമില്ല. സ്റ്റേ ചെയ്യാനും വേണ്ടിയില്ല. അച്ചൻകോവിൽ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് കോവിലാണ്. അവിടെ പോവുക വരിക, അത്ര. അവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുമോ? വെള്ളച്ചാട്ടമല്ല, അവിടെ ഇഷ്ടം പോലെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് നദി. വണ്ടിയൊക്കെ കഴുകുക അതിലിട്ടെ. ജനം എല്ലാം വണ്ടി കഴുകിക്കൊണ്ടാ പോകണം. എല്ലാം ഇറക്കി നിർത്തി വണ്ടി കഴുകുക. ഞങ്ങൾ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു വന്നു. അത്ര അടുത്താണ്. കക്കി കണ്ടല്ലോ. കക്കിയാണ് ആദ്യം കണ്ടടാ. ഇപ്പൊ കണ്ട കട
കക്കി ഡാം. ആനത്തോടിന് മുമ്പാണ് കക്കിയുണ്ട്. കക്കി കഴിഞ്ഞാൽ അടുത്ത ആനത്തോട്. ആനത്തോട് ഇനി അടുത്തത് പമ്പ ഡാം. പമ്പ ഡാം കഴിഞ്ഞ് കൊച്ചു പമ്പ ഡാം. അതിനൊക്കെ ഇട്ട് വെച്ചിരുന്ന റോഡാണ്. അതെ അതെ, അടിപൊളി റോഡാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ഓട ഇല്ലാത്തതുകൊണ്ടാണ്. ഓട ഉണ്ടെങ്കിൽ വെള്ളം അതിക്കണം. കാട്ടിലെന്തോന്ന് ഓടാ. ഇന്നലത്തെ മഴയുടെ എഫക്റ്റാണ്. അങ്ങനെ നമ്മുടെ സമതലമായിട്ടുള്ള നിരക്ക് വന്നാൽ മാന്യത കാണാം. അതെ, നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു മല ഇറങ്ങിയിട്ടാണ് നമ്മൾ കയറി. നമ്മൾ 30 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. 28 കിലോമീറ്റർ ആയുള്ളൂ. ഇന്നത്തെ നമ്മുടെ ടൈമിങ് കാൽക്കുലേഷൻ ശരിയാവില്ല. നമ്മൾ രാത്രിയെങ്കിലും എത്തുമോ? ദൂരമൊന്നും അധികം ഇല്ല. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ 150 കിലോമീറ്ററേ ഉള്ളൂ. വണ്ടിപ്പെരിയാർ എന്നാൽ പിന്നെ പറന്നു പോവാം. വണ്ടിപ്പെരിയാർ കഴിഞ്ഞാൽ പിന്നെ റോഡൊക്കെ അടിപൊളി. ആനത്തോട് മണി 10 ഒരു 6 മണി 7 മണി കാലാവസ്ഥ അല്ലേ? നല്ല തണുത്ത കാറ്റ് വരും. ടെമ്പറേച്ചർ മാറുന്നേ ഇല്ല, 27 തന്നെ നിൽക്കും. സ്മാർട്ട് ഫോൺ കയറി ഇരിക്കുന്നില്ല. മലയാളത്തിലെല്ലാം ടൈപ്പ് ചെയ്യാം. മലയാളം വായിക്കാൻ അറിയാം. കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. സ്കൂളുണ്ട്. അവനെന്ത് ഒറ്റയ്ക്ക് അവിടെ വന്ന് താമസിക്കും? അവരങ്ങനെ അവര് ഈ മഴ പെയ്യുമ്പം കാറ്റിൽ കയറും, സാധനം എടുക്കും, അതിവിടെ ചുറ്റിക്കൊണ്ടിരിക്കും. 3 മാസം കഴിഞ്ഞിട്ട് വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തേനിന്. അത് ശരി. ആ പിള്ളേര് കൊടുത്ത ഏത്തപ്പഴൊക്കെ അപ്പോഴേ കഴിച്ചു തുടങ്ങി. ഇതില്ല, വിളർച്ചയൊക്കെ ഉണ്ട്. അതായത് വയറ് തള്ളി സർക്കാരിന്റെ റേഷൻ മാത്രമേ ഉള്ളൂ.
ആനയ്ക്ക് പറ്റിയ സ്ഥലങ്ങളാണ്. ആനയ്ക്ക് പറ്റിയ സ്ഥലങ്ങളാണ്. വാഗമൺ ടൈപ്പ് പൊട്ടക്കുന്നുകളാണ്. മരമില്ല, ഒറ്റ മരം പോലും. തണുപ്പ് നല്ല സുഖമല്ലേ കൊടുക്കാൻ. ഉറങ്ങേ അവന് പറ്റിയ കാലാവസ്ഥ. 27 ഡിഗ്രിയിൽ ഉറങ്ങിയാണ്. അതെ, AC ഒക്കെ ഇട്ട് ഉറങ്ങുക. കണ്ണിലോട്ട് കുറെ കണ്ണു പറഞ്ഞ ഇമേജൊക്കെ ഒന്ന് കയറ്റിയാണ്. അത് ജ്ഞാന ദൃഷ്ടി കൂടെ കണ്ടോണ്ടിരിക്കും. കറിയും പുലി അവരെല്ലാം കുംഭമേളയ്ക്ക് വന്ന് സന്യാസം ഹിമാലയത്തിൻ്റെ അവിടെയല്ലേ കിടക്കും. തണുപ്പത്ത് പോണാനും കൊടുക്കും. നമുക്ക് പോകണമെങ്കിൽ ജാക്കറ്റ് വേണം. മോളുകൾ അഗ്രപാതരാക്കി ഈ ബദ്രീനാഥിലെ സ്വാമിമാരെ ഈ തണുപ്പ് കാലത്തും മുങ്ങി കുളിച്ചിട്ടാണ് അമ്പലത്തിൽ കയറുന്നത്. ഐസിൽ കൂടെ ആണെന്നാണ് കയറുന്നത്. ആ ഏരിയയിൽ നിന്ന് പോയിട്ടില്ല. ഞാൻ എല്ലായിടത്തും പോയിട്ടില്ല. ചൈനീസ് ബോർഡറിലും ഞാൻ പോയിട്ടുണ്ട്. ഉപദേശിക്കരുത് കേട്ടോ. ആ, പിന്നെ ഓർമ്മിക്കും. പിന്നെ ഓർമ്മിച്ചോളൂ. ചൈനീസ് ബോർഡറിൽ നമ്മുടെ 10,000 പടത്താളക്കാരുണ്ട്. അവരുടെ അവിടെ 3 പേരേ ഉള്ളൂ. ഇങ്ങനെയുണ്ട്, 3 പേരേ ഉള്ളൂ സെൻട്രിൽ. അവരും 3 പേരും 12 മണിയാകുമ്പോൾ പോവുകയും ചെയ്യും. യൗമാർ 24 hours ഈ ഐസിൽ നിൽക്കുക. നമ്മുടെ ആളുകൾ കയ്യിലിരിപ്പുണ്ട്. മനസ്സിലായില്ലേ? ചൈനക്കാരനൊരു പേടിയില്ല. എന്തുകൊണ്ട്? നമ്മളങ്ങോട്ട് കയറില്ല എന്നറിയാം. മറ്റേ ചൈനക്കാരൻ ഇങ്ങോട്ട് കയറും. ഇനിയിപ്പോഴേ ഈ സാറ്റലൈറ്റ് ഇരുന്ന് ഈ ലേസർ അടിക്കുന്ന പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ ഒരു തരം വേണ്ട. സാറ്റലൈറ്റിലേ ലേസർ അടിച്ചു കഴിഞ്ഞാൽ കത്തിപ്പോവും ഫോണൊന്നൊരു. ആ ടെക്നോളജി ആയി. അതുപോലെ ചൈനയുടെ ഭാഗത്തുനിന്ന് ഒരു മനുഷ്യൻ പോലും ഇത് കാണാൻ വരുന്നില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് 10,000-കണക്കിന് ജനങ്ങളാണ് ഡെയിലി കാണുന്നത്. ഡെയിലി ഈ ബോർഡർ കാണുന്നത്. അത്
രാവിലെ മുതൽ ഈ പട്ടാളക്കാർ ഗ്രൂപ്പുകളായിട്ട് കൊണ്ടുപോകും. അല്ല എല്ലാവരും കൂടെ ഒന്നിച്ചൊന്നും കയറ്റി വിടില്ല. കൊണ്ടുപോയി ഈ ചൈനക്കാരെ കാണിച്ചു തരും. അവന്മാർ വന്ന് നമ്മുടെ എല്ലാവരുടെയും പടം എടുക്കുന്നു. മൂന്ന് പട്ടാളക്കാരെ അവിടെ നിൽക്കുന്നത് എന്തിനെന്നറിയാം? പടം എടുക്കാം. നമ്മുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോ ഇടുമ്പോൾ അവന് ആധാർ കാർഡ് ലീക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ അറിയാം ആരാണ് വന്നത്. അതാണ് അവൻ മനസ്സിലായ. അവൻ്റെ അടുത്ത് കളിയൊന്നും പറ്റിയല്ല. ഈ ഫോട്ടോ വെച്ച AI ഐഡന്റിഫൈ ഇന്നാരാണ് നിൽക്കുന്നതെന്ന് പറയും. അതാണ് അവൻ്റെ കളി. ചൈനക്കാരൻ്റെ അടുത്ത് കളിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഒരു കാലത്ത് അവൻ്റെ കൂടെ എത്താനും കഴിയും. പിന്നെ ചേട്ടാ അച്ചാതെ ബായി എന്നൊക്കെ വിളിച്ച് ജീവിച്ചു.